ഹായ് ഗായ്സ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് സസ്പെൻഷൻ സിസ്റ്റത്തിലെ ഹൈഡ്രാക്റ്റീവ് സസ്പെൻഷൻ എന്നുള്ള ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. ആക്ച്വലി നമ്മുടെ സസ്പെൻഷൻ ടൈപ്സ് ഓഫ് സസ്പെൻഷൻ സിസ്റ്റം എന്നുള്ള ടോപ്പിക്കിൽ അവസാനത്തെ ടോപ്പിക്കാണ്. സോ നമുക്കിനി കുറച്ചൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്കാലിറ്റീസ് പഠിക്കാനുണ്ട്. കാരണം നമുക്ക് റോൾ സെൻറ്റർ എന്താ, ഹൈറ്റ് എന്താ, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്തു തരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ടൈപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്നുള്ള കാര്യം നമുക്ക് നോക്കിയിട്ട് നമുക്ക് മറ്റേതിലേക്ക് പോകാം. ഓക്കെ, സോ അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ 4th മോഡ്യൂൾ തീരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈഡ്രാക്റ്റീവ് സസ്പെൻഷൻ സിസ്റ്റം. ആക്ച്വലി ഇത് നമ്മുടെ സിലബസിൽ അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സിലബസിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കിൻ്റെ പേര് ഹൈഡ്രോ ന്യൂമാറ്റിക് ഓട്ടോ ഹൈറ്റ് കറക്ഷൻ സസ്പെൻഷൻ സിസ്റ്റം എന്നാണ് ആ സിലബസിൽ ടോപ്പിക്ക് നമ്മുടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാനിവിടെ ഹൈഡ്രാക്റ്റീവ് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. ആക്ച്വലി ആ ഒരു ടൈപ്പ് ഓഫ് സസ്പെൻഷൻ ഡെവലപ്പ് ചെയ്ത കമ്പനി അവരെ സസ്പെൻഷൻ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രാക്റ്റീവ് സസ്പെൻഷൻ എന്ന് വിളിക്കുന്നത്. ആക്ച്വലി ആക്റ്റീവ സസ്പെൻഷൻ എന്നും ഹൈഡ്രാക്റ്റീവ് 1, 2, 3 എന്നും പറഞ്ഞിട്ട് അതിനെ വിളിക്കാറുണ്ട്. നമ്മൾ കോമൺലി ഹൈഡ്രാക്റ്റീവ് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞു വെച്ചാൽ മതി. സിട്രോയൻ ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് സസ്പെൻഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തതും പാറ്റന്റ് രജിസ്റ്റർ ചെയ്തതും. സോ സിട്രോയൻ നിങ്ങൾക്ക് അറിയാം, സിട്രോയൻ എന്ന് പറഞ്ഞൊരു കാർ കമ്പനി ഉണ്ടെന്നും നമുക്കൊരു രണ്ട് വീനെ തലതിരിച്ചിട്ട പോലത്തെ നമുക്കൊരു കാണുന്ന രീതിയിൽ ആ കമ്പനിയാണ് സിട്രോയൻ എന്നും. ആക്ച്വലി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു കൊല്ലം മുമ്പ് തന്നെ അവർ പരസ്യമെല്ലാം ടി വിയിലെല്ലാം കണ്ടിരുന്നു. കൊറോണയ്ക്ക് ശേഷം പിന്നെ പരസ്യം കണ്ടില്ല, കമ്പനിയുടെ എൻട്രി എന്താണ് എന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ എന്തായാലും കമ്പനി ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ ഡയറക്റ്റ് ആ സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടും. പക്ഷെ അല്ലാതെ തന്നെ ഇപ്പോൾ കുറേ കമ്പനികൾ ഇതിൻ്റെ പാറ്റൻറ്റിൻ്റെ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് കുറേ നമ്മുടെ ലക്ഷറീസ് കമ്പനികളെല്ലാം ഈ സസ്പെൻഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സോ അത്രയും നല്ലൊരു സസ്പെൻഷൻ സിസ്റ്റം ആണ്. അതുകൊണ്ടാണ് നമുക്കത് പഠിക്കാനുള്ളത്. കാരണം നമുക്കതിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തുകൊണ്ടാണ് പിന്നീട് അത് നമ്മുടെ കോയിൽ സ്പ്രിങ്സും ലീവ് സ്പ്രിങ്സും അതുപോലെ തന്നെ നമ്മുടെ ടോർഷൻ ബാറൊക്കെ ഉണ്ടായിട്ടും ലക്ഷറീസ് കാർസുകൾ റോൾസ് റോയ്സ്, ബെൻസ്, ഓഡി, ബെൻലി പറയുന്ന എല്ലാ കാർ കമ്പനികളും ഈ സസ്പെൻഷൻ സിസ്റ്റം വാങ്ങി ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇതിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സസ്പെൻഷൻ സിസ്റ്റത്തിൽ നമുക്ക് കോയിൽ സ്പ്രിങ്ങോ ഷോക്ക് അബ്സോർബറോ അങ്ങനെ ഒരു സംഭവം നമുക്ക് ഉണ്ടാവില്ല. പകരം സ്റ്റെപ്പ് ആക്സിലിൽ ഒരു ടെലിസ്കോപ്പിക് ഒരു സിലിണ്ടർ വെച്ചിട്ട് ആ സിലിണ്ടർ ഒരു സ്പിയറിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ 4 വീലിലും 4 സ്പിയേഴ്സ് വെച്ച് അതിന് ഇലക്ട്രോണിക് കൺട്രോൾഡ് കൊടുത്തിട്ട് അതിലേക്ക് ഹൈഡ്രോളിക്കും ഒരു ഗ്യാസും നിറച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സസ്പെൻഷൻ സിസ്റ്റമാണ് ഹൈഡ്രാക്റ്റീവ് സസ്പെൻഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഹൈഡ്രോ ന്യൂമാറ്റിക് ഓട്ടോ ഹൈറ്റ് കറക്ഷൻ സസ്പെൻഷൻ സിസ്റ്റം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. സോ നമ്മുടെ സ്റ്റെപ്പ് ബാക്സിലെ ഒരു ടെലിസ്കോപ്പിക് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നമുക്കൊരു ഒരു പിസ്റ്റണും ഉണ്ടാവും, ഒരു സിലിണ്ടർ അറേഞ്ച്മെൻറ്റും ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലേക്ക് ഫ്ലൂയിഡ് വന്ന് നിറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഒരു സ്പിയർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്യാസ് നമ്മൾ ഒരു ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഈ രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ സിസ്റ്റം ഉണ്ടാവുക. സ്പ്രിങ്സോ ഒന്നും ഉണ്ടാവില്ല. ഈ ഗ്യാസും അതേപോലെ തന്നെ ആ ഒരു ഫ്ലൂയിഡ് ആണ് നമുക്ക് സ്പ്രിങ്സിൻ്റെ നമുക്ക് ഫുൾ ആക്ഷൻസും അതേപോലെ ഡാമ്പിങ് ക്യാരക്ടറിസ്റ്റിക്സും പിന്നെ നമുക്ക് ഷോക്ക് അബ്സോർബിങ് എല്ലാം നമുക്ക് തരുന്നത് ഈ 2 ഫ്ലൂയിഡ്സ് ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ ന്യൂമാറ്റിക്, അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ഹൈഡ്രോ ന്യൂമാറ്റിക് ആയത്. കാരണം ഒരു ഗ്യാസും ഫില്ല് ചെയ്യുന്നുണ്ട്, ഒരു ഹൈഡ്രോളിക് ഫ്ലൂയിഡും നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് നോക്കി അറിയാം. ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻ്റ് ഉണ്ടാവുക. ഇതെല്ലാം ഞാൻ അതിലേക്ക് വരാം. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കോർണറിങ് ചെയ്യുമ്പോൾ വെഹിക്കിൾ ഒരു സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ റൈറ്റിൽ കോർണർ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് ചെറുതായിട്ടൊന്ന് ചരിയാറുണ്ട്. ഇതിനാണ് നമ്മൾ റോളിംഗ് എന്ന് പറയുക. കൂടുതലായിട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വണ്ടി അവിടെ റോൾ ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ ആ റോളിംഗ് എല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഹൈഡ്രാക്റ്റീവ് സസ്പെൻഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് ഒരു റോളിങ്ങും ഇല്ലാതെ ഒരു ചരിവും ഇല്ലാതെ കറക്റ്റ് എങ്ങനെയാണോ സ്റ്റെബിലിറ്റിയിൽ ഇരിക്കുന്നത് ആ സ്റ്റെബിലിറ്റിയിൽ നമുക്ക് കർവ് എടുത്തുകൊണ്ട് പോകാൻ കഴിയും എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ. ഓക്കെ, അപ്പോൾ ആ ഇതിലേക്ക് നമുക്ക് വരാം. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബാക്സിൽ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിലുള്ള ഒരു ടെലിസ്കോപ്പിക് സിലിണ്ടർ നമ്മളിതിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദെൻ അതിനുശേഷം അതിനൊരു സ്പിയർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ സ്പിയറിലാണ് ഗ്യാസ് ഉണ്ടാവുക, ബാക്കിയുള്ള ഈ ഭാഗങ്ങളിൽ ഫ്ലൂയിഡ് ഉണ്ടാവും. അങ്ങനെ എല്ലാ വീലിനും നമ്മളത് കണക്ട് ചെയ്യും. ദെൻ അതിൻ്റെ ആ ഒരു കണക്ഷൻ ഡയഗ്രമാണ് ഇതിൽ കാണുന്നത്. ബ്ലൂ കളറിൽ കാണുന്നതാണ് ഗ്യാസ്, ഈ ഇതിൽ കാണുന്നതാണ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്. ദെൻ ഇവിടെയാണ് നമുക്ക്
നമ്മുടെ എന്താ പറയുക ഹൈഡ്രാക്റ്റീവ് സിലിണ്ടർ എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള സിലിണ്ടർ ഇതാണ്. ഇത് വീൽ സിലിണ്ടേഴ്സ് ആണ്. നമ്മൾ സ്പിയേഴ്സ് എന്നാണ് ഇതിന് പറയുക, സിലിണ്ടേഴ്സ് എന്നല്ല. സോ ഹൈഡ്രാക്റ്റീവ് സ്പിയേഴ്സ് എന്ന് ഇതിനെ വിളിക്കും. ഇതിനെ വീൽ സ്പിയേഴ്സ് അല്ലെങ്കിൽ സസ്പെൻഷൻ സ്പിയേഴ്സ് എന്ന് വിളിക്കും. ഇതാണ് മെയിനായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഇത് ആക്ച്വലി ടെക്നിക്കൽ ഇതിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ അക്യുമുലേറ്റർ എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് 4 വീലിൽ കണക്ട് ചെയ്തിരിക്കുന്ന നമുക്ക് സസ്പെൻഷൻ സ്പിയേഴ്സ്, ഓരോ വീലിലും കണക്ട് ചെയ്യുന്ന സസ്പെൻഷൻ സ്പിയേഴ്സ് ഉണ്ടാവും. ദെൻ ഒരു സെറ്റ് ഓഫ് വീൽ, ബാക്ക് വീലിന് ഒരു അക്യുമുലേറ്ററും ഫ്രണ്ട് വീലിന് ഒരു അക്യുമുലേറ്റർ ഉണ്ടാവും. സോ അതിനെയാണ് നമ്മൾ ഹൈഡ്രാക്റ്റീവ് സ്പിയേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് ഈ സ്പിയേഴ്സ് ആണ് നമുക്ക് ഫ്ലൂയിഡ് ഇവിടെ കൂടുതൽ വേണമെങ്കിൽ ഇങ്ങോട്ട് ഫില്ല് ചെയ്യാനും ഇതിൽ കൊടുക്കുന്ന മീൻസ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. ദെൻ ഇവിടെ ഒരു ECU കൺട്രോൾഡ് ഉണ്ട്. സോ ആ ECU കൺട്രോളിലാണ് നമുക്ക് ഇവിടെ ഒരു ലോ പ്രഷർ ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലൈനാണ് നമുക്ക് വീണ്ടും ഒരു വാൽവ് വെച്ചിട്ട് നമുക്കിനി വേണോ വേണ്ട, കാരണം എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് സ്പോർട്സ് മോഡൊക്കെ വരുമ്പോൾ ഇതിനെ ക്ലോസ് ചെയ്യണം. ആ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഫ്ലൂയിഡും വാൽവും കൊടുത്തിരിക്കുകയാണ്. ഇത് വന്നിട്ട് ഇതിനെ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് ഫ്ലൂയിഡ് ഇങ്ങോട്ടേക്കോ പോകാത്ത രീതിയിൽ ക്ലോസ് ചെയ്യാനും അവിടെ ഒരു ലൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് നമുക്ക് വരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സൂംഡ് ഇമേജാണ് ഇവിടെ ഈ കാണുന്നതിൻ്റെ സൂം ആയിട്ടുള്ള ഇമേജാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ECU കൺട്രോൾഡ് ആയിട്ടുള്ള ഇവിടെ ഒരു വാൽവ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു പിസ്റ്റൺ സിലിണ്ടർ കണ്ട. ഈ പിസ്റ്റൺ ഇവിടെ ഒന്ന് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഫ്ലൂയിഡ് ഇതിലിങ്ങോട്ടും പോകില്ല. അപ്പോൾ ഇതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ കാർ എടുത്ത് ഇതിൽ സിട്രോയിൻ്റെ ആയാലും ഈ സസ്പെൻഷൻ സിസ്റ്റം ഉപയോഗിക്കുന്ന ഏത് കാർ എടുത്തു കഴിഞ്ഞാലും ഇതിന് 2 മോഡുണ്ട്. ഒന്ന് സോഫ്റ്റ് മോഡും ഉണ്ട്, ഒന്ന് ഫേം മോഡും ഉണ്ട്. ഫേം മോഡ് എന്ന് പറയുന്നത് നമുക്ക് സ്പോർട്സ് മോഡാണ്. സ്പോർട്സ് കാറുകൾ എങ്ങനെയാണോ നമുക്ക് ആക്ട് ചെയ്യുന്നത്, ആ സമയത്ത് എങ്ങനെയാണോ സസ്പെൻഷൻ വേണ്ടത്, ആ രീതിയിലുള്ള ഒരു മോഡാണ് നമ്മുടെ ഫേം മോഡ് എന്ന് പറയുന്നത്. ആക്ച്വലി ഫേം മോഡ് വരുമ്പോൾ ഈ സംഭവം ക്ലോസ് ആയിട്ടുണ്ടാവും. ഇവിടുന്ന് ഫ്ലൂയിഡ് ഇങ്ങോട്ടേക്കോ അത് സപ്ലൈ ചെയ്യില്ല. അപ്പോൾ ആ സപ്ലൈ ചെയ്യാത്ത സമയത്ത് ഇതിലെന്താണോ ഉള്ളത് അത് വെച്ചിട്ടായിരിക്കും സസ്പെൻഷൻ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വർക്കിങ്ങിലേക്ക് തന്നെ വരാം. അപ്പോൾ നിങ്ങൾക്ക് 2 മോഡ് മനസ്സിലായിട്ടുണ്ടാവും. സോഫ്റ്റ് മോഡും ഉണ്ട്, ഫേം മോഡും ഉണ്ട്. ഇനി എന്താണ് സോഫ്റ്റ് മോഡ്, എന്താണ് ഫേം മോഡ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു വെഹിക്കിൾ മീൻസ് ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ അപ്പോൾ ഒരു ഇറഗുലാരിറ്റി കണ്ടു കഴിഞ്ഞാൽ സസ്പെൻഷൻ ആക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഈ സസ്പെൻഷൻ ആക്ട് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ഇതിലിരിക്കുന്ന ഈ ഇരിക്കുന്ന പിസ്റ്റൺ മുകളിലേക്ക് പോവുകയാണ്. നമ്മുടെ സസ്പെൻഷൻ ഇത് മുകളിലേക്ക് വരുമ്പോൾ ഇത് മുകളിലേക്ക് പോകുമ്പോൾ ഈ ഇരിക്കുന്ന ഗ്യാസിനെ കംപ്രസ് ചെയ്യും. ഓക്കെ, കംപ്രസ് ചെയ്തിട്ട് കൂടുതൽ ഫ്ലൂയിഡ് വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഇതിലൂടെ ഫ്ലൂയിഡ് ഇതിലേക്ക് സപ്ലൈ ചെയ്യും. അതെന്തിനാണ് എന്നുള്ള പർപ്പസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എങ്ങനെയാണ് സസ്പെൻഷൻ വർക്ക് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാം. ഇത് മുകളിലേക്ക് പോകുമ്പോൾ ഇതിനെ കംപ്രസ് ചെയ്യും. ഈ ഫ്ലൂയിഡ് ഇവിടെയുള്ള സ്പിയറിനുള്ള ഗ്യാസിനെ കംപ്രസ് ചെയ്യും. അങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ ഇതിലെ സസ്പെൻഷൻ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ റോഡ് ഷോക്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിലൂടെ എലിമിനേറ്റ് ആയി പോയിട്ടുണ്ടാവും. ഡാമ്പിങ് എല്ലാം ഇതിലൂടെ പോയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതൊരു സ്റ്റീൽ സ്പിയറാണ്. സ്റ്റീൽ മെറ്റീരിയലുള്ള സ്പിയറാണ്. ഇവിടെ ഒരു റബ്ബർ അല്ലെങ്കിൽ സിന്തറ്റിക് മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു പാർട്ടീഷൻ ഉണ്ട്. ഇതൊരു നമുക്ക് എന്താ പറയുക, ഒരു തുണി പോലെ അല്ലെങ്കിൽ ഒരു പാർട്ടീഷൻ വെച്ചിരിക്കുകയാണ്. ഈ പാർട്ടീഷൻ്റെ ഇതിൻ്റെ ഉള്ളിലാണ് ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. നൈട്രജൻ ഗ്യാസ് ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ബോയിൽസ് ലോ പ്രകാരമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലൂയിഡിനെ നമുക്ക് ഒരിക്കലും കംപ്രസ് ചെയ്യാൻ പറ്റില്ല, ഗ്യാസിനെ നമുക്ക് ഈസി ആയിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഈ ഒരു സസ്പെൻഷൻ സിസ്റ്റം തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്ലൂയിഡ് വെച്ചിട്ട് ഇതിനെ നമ്മൾ കംപ്രസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രഷർ മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ അക്യുമുലേറ്ററിൽ എപ്പോഴും 75 ബാർ പ്രഷർ ഉണ്ടാവും. ഓക്കെ, ഈ ഗ്യാസ് എപ്പോഴും 75 ബാർ പ്രഷർ ഉണ്ടാവും. അക്യുമുലേറ്ററിൽ 150 to 180 ബാർ പ്രഷറിലായിരിക്കും ഇവിടെയുള്ള ഫ്ലൂയിഡ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു പ്രഷറിൻ്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രഷറിലേക്ക് ചേഞ്ചസ് വരുത്താൻ വേണ്ടി ഇവിടെയുള്ള ഫ്ലൂയിഡ് ഇതിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആണെങ്കിലും എവിടെയാണെങ്കിലും ഏത് വീലിലാണെങ്കിലും അത് കൊണ്ടുവരാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കോളൂ. ഇപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് റോഡ് സർഫേസിലാണ് ഇരിക്കുന്നത്. ഇറഗുലർ റോഡിലേക്ക് കയറി ടയർ നമുക്ക് വീല് കുറച്ച് മുകളിലേക്ക് പൊന്തിയപ്പോൾ എന്ത് ചെയ്തു, ഇത് കംപ്രസ്സായി. ഇവിടെയുള്ള ഗ്യാസിൻ്റെ ഇതിൻ്റെ വലിപ്പം നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ ഗ്യാസിനെ നമ്മൾ കംപ്രസ് ചെയ്തു. അത് ആ പിസ്റ്റൺ മുകളിലേക്ക് പോയതുകൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത പർപ്പസ് എന്ന് പറയുന്നത്, നമ്മളൊരു ഇറഗുലർ റോഡിൽ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറ്റിയില്ല, താഴെ തട്ടും എന്നുള്ളൊരു പ്രശ്നം വരികയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ മുകളിലേക്ക് ഇത് കംപ്രസ് ആവുമെന്ന് പറഞ്ഞില്ലേ, ഈ കംപ്രസ് ആയി കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് പോവുകയാണ്, വീല് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബോഡി താഴേക്ക് വരികയാണ്, റോഡിലെ സർഫേസിൽ തട്ടുന്നുള്ളൊരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ
ഇതിൻ്റെ ഹൈറ്റിനെ ഓട്ടോമാറ്റിക് കറക്റ്റ് ചെയ്യും. ആ കറക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറഗുലർ സർഫേസിൽ ഇങ്ങനെ കംപ്രസ് ചെയ്തുകൊണ്ട് നിൽക്കുകയെന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഫ്ലൂയിഡ് എക്സ്ട്രാ ഫ്ലൂയിഡ് ഇതിൽ വന്ന് ഫില്ല് ചെയ്തിട്ട് ഈ പിസ്റ്റനെ താഴേക്ക് ഇറക്കും. ഈ പിസ്റ്റനെ താഴേക്ക് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീല് ഓട്ടോമാറ്റിക്കലി താഴെ വരും. ഇവിടെ നിങ്ങൾ എക്സാമ്പിൾ നോക്കിക്കോ, ഇത് എത്രയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിക്കോ. നമ്മൾ ഇറഗുലർ സർഫേസിൽ പോകുമ്പോൾ 9 സെൻറ്റിമീറ്റർ പറ്റിയില്ല, താഴെ തട്ടും എന്നുള്ളൊരു കേസ് വരുമ്പോൾ ഈ വീല് മുകളിലേക്ക് കയറിയിട്ടുണ്ടാവും. ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ പിസ്റ്റണിലേക്ക് ആ ഫ്ലൂയിഡ് വീണ്ടും ഫില്ല് ചെയ്തിട്ട് ടയറിനെ താഴെ ഇറക്കും, ബോഡി മുകളിലേക്ക് കയറും. ഈ ഒരു രീതിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹൈറ്റ് കറക്ഷൻ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി വണ്ടി റൺ ചെയ്യുമ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളത് കൂടാതെ ഇപ്പം നിങ്ങൾ വണ്ടി ആ ഒരു നിർത്തിയിട്ടിരിക്കുന്ന കണ്ടീഷനാണെന്ന് വിചാരിക്കാം. ഓക്കെ, ആ സമയത്ത് പാസഞ്ചേഴ്സ് ഒന്നും ഇല്ല. ആ സമയത്ത് എങ്ങനെയാണോ ഹൈറ്റ് ഉണ്ടായിരുന്നത്, ഹൈറ്റിൽ ആ കാർ നിൽക്കുന്നുണ്ടാവുക അല്ലേ, ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയാണോ അത് നിൽക്കുന്നുണ്ടാവുക. ഇനി ഒരു പാസഞ്ചർ വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ വെയിറ്റിനനുസരിച്ച് കാർ ഒന്ന് ജസ്റ്റ് ഒന്ന് താഴും അല്ലേ. നമ്മുടെ കാറുകളെല്ലാം അങ്ങനെയാണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് താഴും. ഈ കാറിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എത്ര വെയിറ്റ് കയറിയോ ആ വെയിറ്റിന് എത്ര താഴ്ന്നോ ആ താഴ്ന്ന വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണോ കാർ ഉണ്ടായിരുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു വണ്ടി ഓടാത്ത കണ്ടീഷനിൽ എത്ര ഹൈറ്റ് വേണോ ഹൈറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ എത്ര പാസഞ്ചേഴ്സ് കയറുന്നോ ആ പാസഞ്ചേഴ്സിൻ്റെ വെയിറ്റിനനുസരിച്ച് എത്ര താഴ്ന്നോ ആ താഴ്ന്നത് വീണ്ടും വീണ്ടും കറക്റ്റ് ചെയ്തുകൊണ്ട് പഴയ ഹൈറ്റിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഇതിൻ്റെ വീണ്ടും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സിമ്പിൾ നിങ്ങൾ നോക്കിയോ, ഈ ഒരു സിമ്പിളാണ് സിട്രോയിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓട്ടോമാറ്റിക് ഹൈറ്റ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും ഉണ്ട്. വണ്ടി റെസ്റ്റ് കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ വണ്ടി റണ്ണിങ് കണ്ടീഷനിൽ ഇരിക്കുമ്പോഴും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്ലിയർ ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാം, ഇവിടെ നമ്മൾ കംപ്രസ് ചെയ്തു, ആ കംപ്രസ് ചെയ്യുന്ന വീണ്ടും ഫ്ലൂയിഡ് കൊണ്ടുവന്ന് നിറച്ചിട്ട് ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്തു. ക്ലിയർ ഉണ്ടോ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം, ഇത് ഈ ടയറിൻ്റെ ഈ ഒരു ഇത് എവിടെയാണ് നിൽക്കണമെന്ന് നോക്കിക്കോ, ഈ ബേസ് ഇത് നോക്കിക്കോ, ഇത് മുകളിലേക്ക് പൊന്തിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഫ്ലൂയിഡ് വന്ന് ഫില്ല് ചെയ്തപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം ഇത് എത്രയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്നത്, ഇവിടെ എത്രയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കാണിക്കണം എന്നുള്ളത് അറിയാം. ഇതിൽ നിങ്ങൾക്ക് നോക്കി അറിയാം ഇത് ആക്ച്വലാണ്, ഇതിൽ എത്ര ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതിൽ എത്ര ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നുള്ളത്. ഇനി നമുക്ക് 2 മോഡ് ഉണ്ടെന്ന് പറഞ്ഞു, ഫേം മോഡും ഉണ്ട് സോഫ്റ്റ് മോഡും ഉണ്ട് എന്ന് പറഞ്ഞു. സോഫ്റ്റ് മോഡിൽ ആക്ച്വലി നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുഷനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സോഫ്റ്റ് മോഡ് ഉപയോഗിക്കുക. നമ്മൾ സ്പോർട്ട് മോഡ് എന്ന് പറഞ്ഞാൽ ഫേം മോഡാണ്. ഫേം മോഡ് എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് ഉണ്ടാവുക. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞിട്ടുള്ള നല്ലൊരു റോഡ് സർഫേസിൽ നല്ല സ്പീഡിൽ പോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മോഡാണ് ഫേം മോഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഹൈറ്റിലായിരിക്കും ഉണ്ടാവുക. സോഫ്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈറ്റിലായിരിക്കും ഉണ്ടാവുക. ഇതാണ് ഓട്ടോമാറ്റിക് ഹൈറ്റ് കറക്ഷൻ സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്പിയേഴ്സ് നമ്മൾ പഠിച്ചു. ഇനി ഇതിലുള്ളത് നമ്മൾ ഗ്യാസ് നൈട്രജൻ ആണെന്ന് പറഞ്ഞു. ഈ ഫ്ലൂയിഡ് എന്താണ് അല്ലേ? നമ്മൾ ആദ്യ കാലങ്ങളിൽ അവർ ബ്രേക്ക് ഫ്ലൂയിഡ് ഉപയോഗിച്ചിരുന്നു, അതേപോലെ തന്നെ എൻജിൻ ഓയിൽ ഉപയോഗിച്ചിരുന്നു. ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ അതിൽ എന്താ പറഞ്ഞാൽ ബബിൾസ് ഫോം ചെയ്യുകയും എയർ കയറുകയും അതുപോലെ തന്നെ ലീക്കേജസ് ഉണ്ടാവുകയും, ബ്രേക്ക് ഫ്ലൂയിഡ് ഉപയോഗിക്കുമ്പോൾ ലീക്കേജസ് ഉണ്ടാവുകയും പിന്നെ കോൾഡ് കണ്ടീഷനിൽ എക്സ്ട്രീം വെതർ കണ്ടീഷനിലെല്ലാം അത് കട്ട പിടിക്കുകയും പോലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിനെ അവർ ഒഴിവാക്കിക്കൊണ്ട് വന്നിരുന്ന ആദ്യകാലങ്ങളിലെ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് LHS എന്ന് പറയും, ലിക്വിഡ് ഹൈഡ്രോളിക് സിന്തറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഓയിൽ അവർ ഉപയോഗിച്ചു. അതിലും വീണ്ടും പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ വരുന്നത് LHM എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൂയിഡാണ്, ലിക്വിഡ് ഹൈഡ്രോളിക് മിനറൽ എന്ന് പറയുന്നത് മിനറൽസ് ആഡ് ചെയ്തുകൊണ്ടിട്ടുള്ള നാനോ മിനറൽസ് ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്ലൂയിഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, LHM എന്ന് പറയുന്നത്. അപ്പോൾ ആ മിനറൽ ഓയിൽ തന്നെയാണ് നമുക്ക് ആക്ച്വലി മിനറൽ ഓയിൽ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഓയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ വരുന്ന എല്ലാ ഈ ഹൈഡ്രാക്റ്റീവ് സസ്പെൻഷൻ സിസ്റ്റത്തിലും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതായി മീൻസ് ECU പക്ക ECU സെൻസർ മറ്റ് കാര്യങ്ങളെല്ലാമായി. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ നമുക്ക് എന്താ ഓരോ റോഡ് സർഫീസിനും ഇറഗുലാരിറ്റിക്ക് മൈന്യൂട്ടായിട്ടുള്ള ഇറഗുലാരിറ്റിക്ക് വരെ നമുക്ക് മീൻസ് ഈ സസ്പെൻഷൻ കൺട്രോൾ ചെയ്തുകൊണ്ട് ഹൈറ്റും നമുക്ക് കിട്ടാവുന്ന അത്രത്തോളം എന്താ പറയുക നമുക്കൊരു സസ്പെൻഷൻ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇത് സസ്പെൻഷൻ പോരാന്ന് നമുക്ക് തോന്നില്ല. അങ്ങനത്തെ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ നമുക്ക് ഒരു ഫീലിൽ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഹൈഡ്രാക്റ്റീവ് 3 എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
ഇനി ഇത് നമുക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് വരുന്ന എല്ലാ ലക്ഷറി കാർസുകളും, ഇപ്പോൾ റോൾസ് റോയ്സ് ഇപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത്, മെഴ്സിഡസ് ബെൻസ് ഇതാണ് ഉപയോഗിക്കുന്നത്. ഏത് കാറുകൾ എന്നുള്ളത് ഞാൻ നോക്കിയില്ല, ബ്രാൻഡ് മാത്രം നോക്കിയുള്ളൂ. BMW, ഔഡി, അതുപോലെ ബെൻലി പറയുന്ന എല്ലാ ലക്ഷറി കാർസുകളും ഒരുവിധപ്പെട്ട എല്ലാവരും ഇതിൻ്റെ ലൈസൻസ് അവരിൽ നിന്ന് മേടിച്ചിട്ട് ഈ സസ്പെൻഷൻ സിസ്റ്റം അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ സൈറ്റിൽ തന്നെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിട്രോനെറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സൈറ്റ് ഉണ്ട്. അവർ UK സൈറ്റാണ്, .co.uk എന്നാണ് കണ്ടത്. ആ സൈറ്റിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ കാർ കമ്പനികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. സിട്രോയിൻ്റെകളെല്ലാം ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഓട്ടോമാറ്റിക് ഹൈറ്റ് കറക്ഷൻ സസ്പെൻഷൻ സിസ്റ്റം. നമുക്കിനി ഒരു ഹൈഡ്രജൻ ഗ്യാസ് സസ്പെൻഷൻ സിസ്റ്റം എന്നോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്, ഹൈഡ്രജൻ സസ്പെൻഷൻ സിസ്റ്റം എന്നുണ്ട്. അത് എവിടെയും തിരഞ്ഞിട്ട് കിട്ടിയില്ല. ഞാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു തരാം. ഇതോടുകൂടി നമ്മൾ ടൈപ്സ് ഓഫ് സസ്പെൻഷൻ സിസ്റ്റം എന്നുള്ളത് അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി ആ ഒരു ടെക്നിക്കാലിറ്റീസും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ആ മൊഡ്യൂൾ തീരും. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ഫിഗറാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഇത് വരച്ചിട്ടാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് കാര്യങ്ങൾ. ഓക്കെ, സോ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.